ഇപ്പൊ ഈ ഇരിക്കുന്ന മേഘ്ന എന്ന് പറയുന്നത് അതിൽ കൂടെ ഒക്കെ കടന്നു വന്ന ആ ഒരു കുറച്ചും കൂടെ അതെ പക്വതയായ ഒരു അതെ മേ ആളാണ്. ബി അങ്ങനെ ഒന്നും അറിയാണ്ട് നിന്നിരുന്നെങ്കിൽ ചിലപ്പോ അങ്ങനെ തന്നെ ഞാൻ പോയേനെ. ഉം. അപ്പം എല്ലാം ഒന്നെങ്കിൽ ഒരു ലെസൺ ആയിരിക്കാം, ഉം. അതല്ലെങ്കിൽ ഒരു മൊമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മെമ്മറി ആയിരിക്കാം. എന്തുവാണെങ്കിലും അത് ലൈഫിന്റെ ഒരു പാർട്ടല്ലേ ചേച്ചി. അതിനെനിക്ക് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇതുപോലെ ഇപ്പം എന്തെങ്കിലും ഒരു നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞപ്പോൾ ബെസ്റ്റ് എന്ന് തന്നെ വിചാരിച്ച് നമ്മളത് സെലക്ട് ചെയ്തു. പക്ഷെ അത് നമ്മൾ പിന്നീടാണ് നമ്മൾ റിയലൈസ് ചെയ്യുക, അയ്യോ ഇതിവിടെ എൻ്റെ സെലക്ഷൻ തെറ്റിപ്പോയി, ഇത് എനിക്ക് ബെസ്റ്റ് ആയിരുന്നില്ല, ഞാൻ അവിടെ കുറച്ചും കൂടെ ആലോചിക്കേണ്ടിയിരുന്നു, ഒന്നും കൂടെ തിങ്ക് ചെയ്തിരുന്നെങ്കിൽ, ഈ ഒരു ഭാഗം ഞാൻ ചിന്തിച്ചില്ലല്ലോ. ഇങ്ങനെ പല പല ചോദ്യങ്ങൾ നമുക്ക് പിന്നീട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ആർക്കാണേലും അതെ. അപ്പൊ അങ്ങനത്തെ ഒരു ഇൻസിഡന്റോ അങ്ങനത്തെ കുറച്ച് മറു ചോദ്യങ്ങളോ അല്ലെങ്കിൽ അവൾ അങ്ങനത്തെ ഒരു റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു മൊമെന്റോ അങ്ങനെ എന്തെങ്കിലും ലൈഫിൽ നമ്മൾക്ക് എല്ലാം നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആവണമെന്നില്ല. അതെ ചില മിസ്റ്റേക്സ് നമ്മൾക്ക് ഉണ്ടാവാം. ഉണ്ടായിട്ടുണ്ടാവാം, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. അതെ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്ക് ആയി പോയിട്ടുണ്ടാവും. പക്ഷെ അത് റിഗ്രറ്റ് ചെയ്ത് ഞാൻ ഇരിക്കത്തില്ല. ഐ ട്രൈ ടു കറക്റ്റ് ഇറ്റ് മാക്സിമം. ഓക്കെ ശരി. അപ്പൊ ഈ ഒരു പോയിന്റും കൂടെ ആയിട്ട് ഞാൻ വേറൊന്നും കൂടെ കണക്ട് ചെയ്തോട്ടെ. ഇപ്പം കുറച്ച് പക്വത എത്തിയ ഒരാളാണെന്ന് എല്ലായിടത്തും പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലും എപ്പോഴും എല്ലാം സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഡിവേഴ്സും കാര്യങ്ങളും എല്ലാം. ഇന്നിപ്പോ എനിക്ക് തന്നെ തോന്നുന്നില്ല നമുക്കിപ്പോ അത് സെറ്റ് ആവുന്നില്ലെങ്കിൽ എല്ലാവരും അത് ഒരുമിച്ച് ഒരേ റൂഫിനടിയിൽ പരസ്പരം വഴക്കിട്ട് നിൽക്കുന്നതിലും എത്രയോ നല്ലതാണ് നമ്മൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മൾ പിരിയുന്നത് അല്ലേ. സ്നേഹത്തോടെ പറഞ്ഞ് പിരിയുക. ആൻഡ് ഇറ്റ്സ് വെരി ഇത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ചും സെലിബ്രിറ്റീസ് ആകുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ പബ്ലിക് അതിനെ ഇട്ടിട്ട് കുറച്ച് ജാസ്തി അതിനെക്കുറിച്ച് പറയും എന്നുള്ളത് മാത്രം. എന്നാലും ഞാൻ പേഴ്സണലി ചോദിക്കുന്ന ചോദ്യം ആയതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത്. മേഘനയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആൻസർ ചെയ്താൽ മതി. വേറെ ഇന്റർവ്യൂസിലൊന്നും കണ്ടിട്ടുമില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇങ്ങനെ ഒരു പേഴ്സൺ, ഇതൊക്കെ ഇറ്റ്സ് കുറേ കൂടെ പേഴ്സണൽ ആണ് ഉത്തരങ്ങൾ, ബട്ട് സ്റ്റിൽ ഇങ്ങനെ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പബ്ലിക്കിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇതാക്കാനായിട്ട് എന്തുകൊണ്ടായിരിക്കാം ആ ഒരു തീരുമാനം വേണ്ടാന്ന് വെച്ചത്? കാരണം ഇതിനെപ്പറ്റി പാവം അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഡിംപിളും ഒക്കെ ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ടല്ലേ, ചോദ്യങ്ങളും മറു ചോദ്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പൊ അതിനൊക്കെ ഒരു ഇത് നിർത്താൻ വേണ്ടിയിട്ട് ആ ഒരു 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 ഡയലോഗ് പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ എന്തെങ്കിലും മനസ്സിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെ കമന്റ്സ് വരുന്നതിനെ പറ്റിയാ ഞാൻ ഒരിക്കലും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അതാ ഞാൻ ചോദിക്കണേ. ഇങ്ങനെ നമ്മൾ തെന്നിമാറി പോവാതെ, നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അത് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലെ. മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പോൾ എനിക്ക് ശരിയെന്നോ തോന്നുന്നത് ഒരിക്കലും മേഘനയ്ക്ക് ശരിയായിരിക്കില്ല. പക്ഷെ നമ്മൾ എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ബീങ് എ സെലിബ്രിറ്റി നിങ്ങളിങ്ങനെ ഒരുപാട് ഇങ്ങനെ ഓരോരോ ആൾക്കാരുടെ നിൽക്കുമ്പോൾ നമുക്കത് വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ പറഞ്ഞ് നമുക്ക് എപ്പോഴും തെന്നി മാറണ്ടല്ലോ. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് പറയുമ്പോൾ നമുക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്തെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ മാത്രം. ഞാൻ നിർബന്ധിക്കുന്നില്ല, ഇറ്റ്സ് ഓൾ അപ് ടു യു. ഞാൻ ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല ചേച്ചി. എപ്പോഴും ഒരു എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ഇതുപോലെയുള്ള ഡിപ്രഷൻ ടൈമിലും ഇതുപോലെ ഞാൻ പറഞ്ഞ ഭയങ്കര ഷോക്കായിരുന്നു എന്നുള്ളത്. ആ സമയത്തായാലും ഞാൻ പലരോടും ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവർക്ക് നമ്മൾക്കാണ് അത് ഫീലിങ്സ്, മറ്റുള്ളവർക്ക് അത് ഒരു കഥ മാത്രമാണ്. അതെ ഓക്കെ, നമ്മൾ ജീവിച്ചു തീർത്തത് ഒவ்வொரு സെക്കൻഡും എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ. അത് ഒരു 10 മിനിറ്റ് കൊണ്ടോ 5 മിനിറ്റ് കൊണ്ടോ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് അത് എക്സ്പ്ലെയിൻ ചെയ്താൽ പോലും അതൊരു 10% പോലും അത് മനസ്സിലാവില്ല. ഞാൻ പറയുന്നത് എന്താന്ന് മനസ്സിലാവില്ല. ഓക്കെ, സോ ഐ ഡിസൈഡ് നോട്ട് ടു റെസ്പോണ്ട്. ഓക്കെ ഓക്കെ, ഇറ്റ്സ് ഓൾ യുവർ ഡിസിഷൻ ഫൈനലി അല്ലേ. ശരി. ഇപ്പൊ കൂടെ നമ്മുടെ പോകുന്ന ഒരാള്, അത് മമ്മി ആയിക്കോട്ടെ, ഇപ്പൊ കൂടെ പോകുമ്പം അല്ലെങ്കിൽ മാത്രല്ല ചേച്ചി, ഇതിപ്പോ ഞാൻ ശരി താൻ ശരി ഞാൻ ശരി, വാട്ട് ദ പോയിന്റ്? ഓക്കെ, നമ്മൾക്ക് എന്താണോ വിധിച്ചിട്ടുണ്ടായിരുന്നത് ഇറ്റ്സ് ഓൾ ഹാപ്പൻഡ്. അതിനുശേഷം പിന്നെ ഞാൻ ശരി താൻ ശരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതില് അതെ അതെ, എപ്പോഴും എല്ലായിടത്തും അങ്ങനെയാണ്. ഇന്നിപ്പോ ഞാനും ഒരു ഭാര്യയാണ്, എനിക്കും അറിയാം. കാരണം എനിക്ക് ശരിയെന്നൊന്ന് തോന്നി ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് അന്നേരം അത് ശരിയായിരിക്കില്ല, നമ്മൾ തമ്മിൽ അങ്ങനെ ഇങ്ങോട്ട്. പക്ഷെ എല്ലാവരും അവസാനം ഇത് ഒട്ടും ചേരുന്നില്ല എന്ന് കാണുമ്പോഴാണല്ലോ അവരുടെ ഡിവേഴ്സിലേക്ക് പോണത്. പക്ഷെ നിങ്ങൾ ഒരുപാട് ഇത്തരത്തിലുള്ള ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ന്യൂസ് ഇനി സ്റ്റോപ്പ് ചെയ്തേക്കാം. ഇനി അതിന് വേണ്ടിയിട്ട് വേണ്ട ഒന്ന് പറയാൻ അങ്ങനെ എന്തെങ്കിലും ഒരു മറുപടി പറയാൻ ഞാൻ ഓപ്പൺ ചെയ്യത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. മേ ബി എന്തെങ്കിലും ഒരു പോയിന്റ് വരുവാണെങ്കിൽ ഓപ്പൺ ചെയ്യാൻ എനിക്ക് അപ്പോൾ തോന്നുവാണെങ്കിൽ ഞാൻ മേ ബി ഓപ്പൺ ചെയ്തേക്കാം. യു മീൻ ദ സെയിം റിലേഷൻ? നോ നോട്ട് അബൌട്ട് റിലേഷൻ, സോറി. അതില്ല, ഇതാ ഞാൻ പറഞ്ഞേ, ഞാൻ പറയുന്നത് ചിലപ്പോ മനസ്സിലാവണമെന്നില്ല. അതായത്
ഓപ്പൺ ചെയ്തേക്കാന്ന് പറയുന്നത് ഇതിന്റെ റീസൺ എന്താന്ന് ഇപ്പൊ പറഞ്ഞേക്കാം. ഓക്കെ, ചേച്ചി ചോദിച്ചില്ല എന്ത് പറ്റി എന്താണ്, അപ്പൊ മനസ്സിലായി. എനിക്ക് ഇതുവരെ ഞാൻ പറയാൻ എന്റെ decision തോന്നുന്നില്ല. ഇതാണ്. ഓക്കെ, ഇതുവരെ ഇപ്പൊ ഞാൻ പറയാൻ എടുത്തിട്ടുള്ളത് തോന്നുന്നില്ല. അതാണ്. ഓക്കെ, മേ ബി ഫ്യൂച്ചറിൽ ഓപ്പൺ ചെയ്യണം എന്ന് തോന്നി തോന്നി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഓപ്പൺ ഓപ്പൺ ചെയ്തേക്കാം. ചെയ്യുമായിരിക്കാം. ഞാൻ ഓക്കെ, ചെയ്യത്തേ ഇല്ല എന്ന് പറഞ്ഞിട്ട് മേ ബി അങ്ങനെ ഓക്കെ. അതെ. മേഘനയുടെ മനസ്സ് എന്ത് പറയുന്നോ അതിന് തന്നെ മൂവ് ചെയ്താൽ മതി. അതവിടെ നിൽക്കട്ടെ. ഇനി പൊതുവെ മേഘനയുടെ ഒരു ക്യാരക്ടർ എങ്ങനെ? ക്ഷമാശീലം നല്ല ഉള്ള ഒരു കുട്ടിയാണോ? ക്ഷമാശീലം ഭയങ്കരമായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ആ. ഇപ്പുറത്ത് അടിച്ചു കഴിഞ്ഞാല് ഇപ്പുറത്തെ കർണ കൂടെ കാണിച്ചു കൊടുക്കും. ഹലോ ചേട്ടാ, ഈ സൈഡും കൂടെ അടിച്ചിട്ട് പോ. അങ്ങനത്തെ ടൈപ്പ് ആയിരുന്നു. ഓക്കെ, പക്ഷെ ഇപ്പൊ അങ്ങനല്ല. മാറി. ഇപ്പൊ ഞാൻ പറയാനുള്ളത് മൂത്തൊക്കെ തന്നെ പറയും. ആണല്ലേ? അപ്പൊ നമ്മുടെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചോളൂ. എല്ലാരും ശ്രദ്ധിച്ചിട്ട് വേണം അപ്പൊ കുറെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പറയില്ലായിരിക്കാം, പക്ഷെ പയ്യെ ഞാൻ കാര്യം പറയും. ഉള്ളതുപോലെ മുഖത്ത് നോക്കി പറയും. ഇഷ്ടക്കേട് എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ അങ്ങനെ പറയണം കേട്ടോ നിങ്ങള്. നമ്മള് എനിക്ക് എന്റെ പൊട്ടത്തരം എന്തായിരുന്നു അറിയോ, എനിക്ക് പറയണമെന്നുണ്ടാവേ, പക്ഷെ എനിക്ക് നമ്മൾ ആ സമയത്ത് ഹേർട്ട് ചെയ്തോണ്ടിരിക്കുവായിരിക്കും ഓപ്പോസിറ്റ് പേഴ്സൺ, അപ്പൊ പറയണമെന്നുണ്ടാവും. ഓക്കെ, പക്ഷെ ഞാൻ പറയാൻ എന്താന്നറിയോ, അവർക്കിനി വിഷമായാലോ അങ്ങനെ ഓർത്തിട്ട് പല സിറ്റുവേഷനും ഞാൻ പറയത്തില്ല. ഓക്കെ. പക്ഷെ ഇപ്പഴാണ് എനിക്ക് മനസ്സിലായത് അത് വേറെ ആരും ചിന്തിക്കുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പൊ ഇപ്പൊ ഞാൻ അങ്ങനെ പറയും. ഓക്കെ, അപ്പൊ അതിപ്പോ എങ്ങനെയാ ഇപ്പൊ നൈസായിട്ട് അതങ്ങ് പറഞ്ഞത് എനിക്കത് ഇഷ്ടപ്പെട്ടില്ലാന്നോ അങ്ങനെ അങ്ങ് പറഞ്ഞങ്ങ് തീർക്കും? ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നെങ്കിൽ അയ്യോ അത് പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചിലരോട് പൊറുക്കുമല്ലോ. ഇപ്പൊ നമ്മുടെ കൂടെയുള്ള സ്റ്റാഫോ അല്ലെങ്കിൽ നമ്മുടെ ആരോ ഫ്രണ്ടോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു കാര്യം ഒരു തവണ ചെയ്തു, അവർ മിസ്റ്റേക്ക് ചെയ്തു, നമ്മൾ പൊറുക്കും. വീണ്ടും അവരത് ചെയ്യും, നമ്മൾ വീണ്ടും ചിലപ്പോൾ ഒന്ന് പുറത്തുനിന്നിരിക്കും. പിന്നെയും റിപ്പീറ്റഡ്ലി ദ സെയിം തിങ് കാണുവാണെങ്കിൽ എത്രത്തോളം ഇറിറ്റേറ്റഡ് ആവും? റിപ്പീറ്റഡ് മിസ്റ്റേക്ക് എല്ലാവർക്കും ഇറിറ്റേറ്റഡ് ആവും. ആണോ? അതെ, അതെ. അത് എത്രത്തോളം അത് ഇത് ചെയ്യാൻ പറ്റും, ടോളറേറ്റ് ചെയ്യാൻ പറ്റും, എത്ര നാളത് സഹിക്കാൻ പറ്റും അങ്ങനെ വന്നാൽ? റിപ്പീറ്റഡ് മിസ്റ്റേക്ക് ആണെങ്കിൽ പറഞ്ഞു നോക്കും. പിന്നെ ഇത് പറയണ പോലെ ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള, ചൊല്ലിക്കൊട് തല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള, തള്ളിക്കള. ഓക്കെ, ഓക്കെ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ നിങ്ങളൊക്കെ ഇപ്പം സീരിയലിലൊക്കെ ഒരുപാട് ആൾക്കാരെ ഫേസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളെ അറിയാം എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ആൾക്കാർ നമ്മൾ കാണുമ്പോൾ അവരും നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഇതായിട്ട് പറയുമോ, അല്ലെങ്കിൽ നമ്മളെ ഇതാക്കോ, നെഗറ്റീവായിട്ടുള്ള കമന്റിലേക്ക് അവർ ഇത് ചെയ്യോ, അല്ലെങ്കിൽ ഇപ്പം ഡിവേഴ്സ് ആകുമ്പോഴത്തേക്ക് ചില ആർട്ടിസ്റ്റുകൾ നിങ്ങളോടുള്ള അപ്രോച്ചോ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും എന്തെങ്കിലും മനസ്സ് തളർത്തിയിട്ടുണ്ടോ? ഇല്ല, ഇല്ല, ഡെഫിനറ്റ്ലി ഇല്ല. അന്നേരത്തേക്ക് അപ്പോൾ എത്ര നാളെ ഇങ്ങനെ ഒരു ചേഞ്ച് മേഖലയിൽ വന്നിട്ട് ഇത്ര ബോൾഡ് ആയിട്ട് എത്ര നാളെ? ബിക്കോസ് എനിക്ക് ആരെന്ത് പറഞ്ഞാലും എനിക്ക് എഫക്റ്റ് ആവത്തില്ല. എന്താന്ന് വെച്ചാൽ എനിക്കറിയാം ഞാൻ എന്താന്നുള്ളത്. ഓക്കെ. സോ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു പോയിന്റിന് ശേഷം ഫസ്റ്റ് ഒക്കെ ഭയങ്കര വിഷമം വരുമായിരുന്നു. ഞാൻ പറയുന്നത് ഇപ്പോഴൊന്നും അല്ല കേട്ടോ. പക്ഷെ ഇപ്പൊ എനിക്കതൊരു കോമഡി ആയിട്ട് മാറി, ചിരിക്കാൻ തുടങ്ങി. പിന്നെ ആ ഒരു ഇതായി. പിന്നെ ചില കാര്യങ്ങൾ അതൊന്നും എന്നെ എഫക്ട് ചെയ്യാറില്ല. പിന്നെ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് ജന്മത്തെ ക്ഷമിക്കാൻ പറ്റത്തില്ല. ചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതെ, അത് ആർക്കാണേലും അതെയല്ലോ. അതെ, നമ്മൾക്ക് ജന്മത്തെ ക്ഷമിക്കാൻ പറ്റില്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ പറയും. അത് ക്ഷമിക്കാൻ പറ്റത്തില്ല. ക്ഷമിക്കാൻ പറ്റുന്നതാണെങ്കിൽ അതങ്ങ് ക്ഷമിച്ചു വിടും. പിന്നെ കമന്റ്സും കാര്യങ്ങളും ഇങ്ങനെ ആരെങ്കിലും പറയുവാണെങ്കിലും എടുക്കണമെങ്കിലും അതെന്നെ ഒരിക്കലും എഫക്ട് ചെയ്തിട്ടില്ല. ബിക്കോസ് ഐ നോ വാട്ട് ഐ ആം. അതെ, അതാ ഞാൻ ചോദിച്ചേ. ആ ഒരു ട്രാൻസിഷനിൽ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും? നേരത്തെ മേഘന മമ്മി മമ്മി എന്ന് പറഞ്ഞ് കരയുമായിരുന്നു അല്ലേ? അതിൽ നിന്നും ഇന്നിപ്പോ പറയുന്ന പോലെ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വുമൺ ആയിട്ട് എത്ര, അതാ ഞാൻ ചോദിക്കണേ. 4 years അത്ര ആയിട്ടുള്ളൂ, ഹാർഡ്ലി അത്രേ ആയിട്ടുള്ളൂ. അതിന്റെ മെയിൻ റീസണും മേഘന തന്നെയാണ് അല്ലേ? വേറെ ആള് പറഞ്ഞു തന്നിട്ട് മാത്രം നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചേച്ചി. ഇപ്പൊ ഐ സ്റ്റിൽ റിമെമ്പർ, അമ്മയാണ് എനിക്ക് നൈറ്റ് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. ഓക്കെ. ഇത്തരത്തിലുള്ള പറഞ്ഞാരെങ്കിലും വിശ്വസിക്കുമെന്ന് അറിയില്ല, ബട്ട് എന്റെ അമ്മയ്ക്ക് അറിയാം, അന്ന് എന്റെ കൂടെ വർക്ക് ചെയ്തവർക്ക് അറിയാം. എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. എന്റെ കണ്ണ് ബ്ലിങ്ക് ആവില്ല. ആ പെർട്ടിക്കുലർ സീരിയലില് കണ്ണ് കുറച്ചും കൂടെ ബൾജായിട്ടിരിക്കും. ഇങ്ങനെയായിരുന്നു ഞാൻ ഫുൾ ടൈം. ഇങ്ങനെ ബ്ലിങ്ക് ആവില്ല കണ്ണ്. ഏത് സീരിയൽ ചെയ്യുന്ന സമയത്ത്? തമിഴിലൊരു സീരിയലും അറ്റ് ദ സെയിം ടൈം ഞാൻ ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നു. ഐ മീൻ അവിടെ ഒരു റിയാലിറ്റി ഷോയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അമ്മയാണ് പറഞ്ഞത്, നിനക്ക് നൈറ്റ് ഉറക്കവും ഇല്ല എങ്കിൽ ഇത് ഈ റിയാലിറ്റി ഷോ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോഴത്തേനും എടുക്കാൻ പറഞ്ഞത് അമ്മയാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന്റെ ആ പ്രശ്നം എനിക്ക് സോൾവ് ചെയ്യാം. കാരണം രാവിലെ 6:30 തൊട്ട് നൈറ്റ് ഒരു 9:30 വരെ സീരിയലിന്റെ ഷൂട്ട് ഉണ്ടാവും.
എന്നിട്ട് വീണ്ടും റൂമിൽ പോയിട്ട് റിഫ്രഷ് ആയിട്ട് അഗെയിൻ 11:30 to 3 o'clock എനിക്ക് റിഹേഴ്സൽ ഉണ്ട്, ഡാൻസ് റിഹേഴ്സൽ. ജോഡി എന്നാണ് റിയാലിറ്റി ഷോയുടെ ഷോയുടെ പേര്. Okay. സോ 2 സെലിബ്രിറ്റി ജോഡീസിന്റെ ഷോ ആണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് പ്രാക്ടീസ് സെക്ഷൻസും ഇത് സീരിയലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ ഉറക്കം ഇല്ല എന്നുള്ളതിനെ ഞാൻ എൻഗേജ്ഡ് ആക്കി മാറ്റി അമ്മ. ഓക്കെ. സോ അതുകൊണ്ട് എനിക്ക് ഉറക്കം ഇല്ല എന്നുള്ളത് ഞാൻ തന്നെ പയ്യെ മറന്നു. പക്ഷെ എത്ര ദിവസം നമ്മുടെ ബോഡി അതിനെ താങ്ങും ഇങ്ങനെ ഒരു അതാണ് ഞാൻ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഴുമായിരുന്നു എന്ന്. ആ ടൈമില് ഉറക്കം ഇല്ലാത്തതിനെക്കാട്ടും എനിക്ക് കൂടുതൽ പ്രശ്നം തോന്നിയത് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് കണ്ണിങ്ങനെ. ആ ഒരു ഷോക്ക്. അതുപോലെ തന്നെ